നിങ്ങൾ കേട്ടു ഒരു പ്രത്യേക കൃഷി സമുദായം മസ്റ ഫാം ആരംഭിച്ചു. അതിന് ഒരുപാട് ഏക്കർ സ്ഥലം വേണം. അത് വിലക്ക് വാങ്ങി അതിന് കുറെ കടമുണ്ട്. ഒരു 3-4 കോടി റുപ്യ കടമുണ്ട് ഭൂമി വാങ്ങിയതിൽ. 4 കോടിയോളം റുപ്യ ഭൂമി വാങ്ങിയതിൽ കടമുണ്ട്. പക്ഷേ ആ കടം വീടുന്നത് വരെ കാത്തുനിന്നാൽ നമുക്ക് വെറുതെയായി പോകും. അതുകൊണ്ട് അവരോട് പറഞ്ഞു, കടക്കാരോടൊക്കെ പറഞ്ഞു, നമ്മൾ പണി തുടങ്ങട്ടല്ലേ. അൽഹംദുലില്ലാഹ് എല്ലാവരും സമ്മതം തന്നു. അങ്ങനെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു. അതിന്റെ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഭാഗത്ത് പശുക്കൾക്ക് തിന്നാനുള്ള പുല്ല് വളർത്തുന്ന സ്ഥലം, മറ്റൊരു സ്ഥലത്ത് പശുക്കളെ വളർത്തുന്ന സ്ഥലം, മറ്റൊരു സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്ന സ്ഥലവും ഒരുപക്ഷെ ഉണ്ടാകും. മറ്റൊരു സ്ഥലത്ത് പച്ചക്കറികളുടെ സ്ഥലം. ഈ വർഷം തന്നെ അൽഹംദുലില്ലാഹ് ഒരുപാട് പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കി, നമ്മുടെ പ്രവർത്തകരുണ്ടാക്കി, കുട്ടികളുണ്ടാക്കി, വിഷമില്ലാതെ. പണ്ട് ആപ്പിൾ കഴിക്കുമ്പോൾ തൊലിയോടുകൂടി കഴിക്കണം, അതിലാണ് വിറ്റാമിൻസ് ഉള്ളത് എന്നായിരുന്നു പറയാറുള്ളത്. ഇപ്പോൾ എല്ലാവരും പറയുന്ന ആപ്പിളിന്റെ തൊലി കഴിക്കാൻ പാടില്ല. എന്താ കാരണം? വിഷം ഇങ്ങനെ അടിച്ചിട്ട് കയറ്റി അതിന് പുറമെ ആ വിഷം അതിന്റെ പുള്ളി പോകാൻ വേണ്ടി മെഴുക് ഇങ്ങനെ പരത്തുകയും ചെയ്യാം. അങ്ങനെയാണ് ആപ്പിൾ വരുന്നത്. അതുകൊണ്ട് അത് കഴിക്കാൻ കഴിയുന്നില്ല. ഓറഞ്ച് കഴിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു സാധനവും പച്ചക്കറികൾ വിശ്വസിച്ച് കഴിക്കാൻ കഴിയുന്നില്ല. ചീരയുടെ ഇല ചുരുണ്ട് കിടക്കുന്നത് കൊണ്ട് അതിലടിക്കുന്ന വിഷം എത്ര കഴുകിയാലും പോകുന്നില്ല. ഇതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് 10,000-ഓ 25,000-ഓ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഈ ജീരകളും പച്ചക്കറി സാധനങ്ങളും പാലും എല്ലാം ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കേണ്ടതാണ്. ഇന്നലെ നമ്മുടെ സ്ട്രോങ് ലൈറ്റ് അസറാജി ഇവിടെ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം, നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു ഉസ്താദേ, ഇത് നമ്മളെന്തേ താമസിച്ചു പോയി. അതേ ചോദിച്ചു. അങ്ങനെ എന്നെക്കൊണ്ട് എന്നാ ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പശുവിന് 65,000 റുപ്യ വിലയുണ്ട്. അങ്ങനത്തെ പശുവാണ്. അദ്ദേഹം ഉടനെ തന്നെ 3 പശു വാഗ്ദത്തം ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാശ് അഡ്വാൻസായി തന്നു. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മളെ തായപ്പുറ മൊയ്‌നിക്കുട്ടി മുസ്ലിയാർ 2 പശുവിനെ 2 ആളിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സംഭാവന എന്തായാലും പേര് അബുഹാജി V5 അബൂബക്കർ താഴപ്പുറ, അബൂബക്കർ താഴപ്പുറ V5 അബുഹാജി അബൂജില്ല. ഓരോ പശു വാഗ്ദത്തം ചെയ്തു. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അവരുടെ എല്ലാ പ്രവൃത്തിയിലും ഖൈറ് ചെയ്തു കൊടുക്കട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോ ഒരു വലിയ സംഭാവനയായിട്ട് വന്നവരല്ലാന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഭൂമിയുടെ ഒരു 5 സെന്റിന്റെ കാശോ അല്ലെങ്കിൽ 10 സെന്റിന്റെ കാശോ നിങ്ങൾ തന്നാലും നല്ലത് തന്നെയാണ്. 1 സെന്റിന് എത്രയോടെ 1 ലക്ഷം 80 അല്ല, സെന്റിന് 50,000 റുപ്യ. 1 സെന്റ് ഭൂമിക്ക് 50,000 റുപ്യ. വലിയ ആദായം. ഇവിടെയൊക്കെ എത്രയോ കൊടുക്കണം. അപ്പോ അതുകൊണ്ട്
1 സെന്റോ 2 സെന്റോ ഭൂമികൾ നിങ്ങൾക്കിതിലേക്ക് വാഗ്ദത്തം ചെയ്യാം. പശുവിന് 65 അല്ലാന്ന് പറയുന്ന 65 നേരത്തെ ആയിരുന്നു, ഇപ്പോൾ 80 ആണ്. അള്ളാഹു അലം. അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്യട്ടെ. അസീസാജിന്റെ വക 2 സെന്റ് സ്ഥലം അല്ലേ, തൽക്കാലം 2 സെന്റ് സ്ഥലം അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്യട്ടെ. വലിയൊരു ബിസിനസ് ഉണ്ട് അവർക്ക് ചെയ്യാൻ. അത് പൂർത്തിയായാൽ എത്രയെങ്കിലും വാങ്ങിത്തരും. അള്ളാഹു തന്നെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. വേറെയും ഒരുപാട് സഹോദരന്മാർക്ക് മാഷാ അല്ലാഹ് അഹ്ബാബനാ മിൻ സൽത്തനത്തി ഒമാൻ മാ റഅയ്തുഹും في رئاسة السيد محمد نور طائفة كبيرة هنا الحمد لله، وهم هنا يبنون المساجد والمدارس والمعاهد. نشكرهم شكرا جزيلا. الحمد لله. അപ്പോ ഈ ഭൂമിയിൽ നിങ്ങളെല്ലാം പങ്കാളികളായിട്ട് ഒരു സെന്റ് ഭൂമി 50,000 രൂപ അത് കുറച്ചാൾ തന്നാൽ വേഗത്തിൽ നമുക്കത് വാങ്ങാം. സീനത്ത് അബ്ദുറഹ്മാനാജി ഒന്നിങ്ങനെ കാണിച്ചാൽ 1 ലക്ഷമോ 1 സെന്റ് ചെയ്തോ. ഒരു സെന്റ് 50,000 രൂപ അല്ല, 2 സെന്റ് കൂടുമ്പോൾ 1 ലക്ഷമാവും. നമുക്ക് എപ്പോഴും തരുന്ന ആളാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും സീനത്താക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നമ്മളെ എക്സലൻസി ക്ലബിന്റെ സെക്രട്ടറി കൂടിയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. വേറെ ഖൈറായ ഉദ്ദേശം ഉണ്ട് ആ മക്കളുടെ കാര്യത്തിലൊക്കെ. അള്ളാഹു അതെല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ. ഞാനുണ്ടോ? ഞാനത് തിരുവൊന്നും എടുക്കുന്നില്ല അപ്പോ. എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് പൗത്തായി പോകണ്ട വെച്ചിട്ടാ.